സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
നമ്മുടെ ഇല്ലായ്മകളെല്ലാം ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള ഇടമാണ്, വേദിയാണ്. അതുകൊണ്ട് നമ്മൾ ഇല്ലായ്മകളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട, നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ അസ്വസ്ഥപ്പെടുകയോ കലഹിക്കുകയോ ഒന്നും വേണ്ട. ഇല്ലായ്മകളെ തിരുമുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം വന്ന് പ്രവർത്തിക്കാൻ ആ മേഖല വിട്ടുകൊടുത്താൽ മതിയാവും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഒരു അന്ധനായ വ്യക്തിയെ കാണുന്നുണ്ട്. ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തം? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? കർത്താവ് പറഞ്ഞു, ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകാനാണ്. അപ്പോൾ ഇവൻ്റെ ഈ കുറവ്, ഈ അന്ധത ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വേദിയാണ് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഇടമാണത്. അന്ധനായ ഒരു വ്യക്തി കണ്ണുകൾക്ക് കാഴ്ച കിട്ടാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് കൂടെ ദൈവവചനം കേൾക്കാൻ വരും. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തരണമേ, എനിക്കെല്ലാം കാണാനുള്ള അനുഗ്രഹം തരണമേ. നിരവധി തവണ വചനം കേട്ട് പ്രാർത്ഥിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അദ്ദേഹം അതിൻ്റെ പേരിൽ ഒത്തിരി ദുഃഖിതനും നിരാശനുമായി ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ള ആശങ്കകളൊക്കെ പ്രകടമാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം വചനം കേട്ടിരിക്കുമ്പോൾ ഇന്ന് അവിടെ വചനം പ്രഘോഷിച്ച ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞു, നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം വന്ന് പ്രവർത്തിക്കും. കുറവുകളെല്ലാം ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള വേദിയാണ്. ആ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടെ ഈശോ നിറയാൻ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈശോ വരട്ടെ, പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ പ്രവൃത്തി ആവിഷ്കരിക്കട്ടെ. നമുക്കറിയുമല്ലോ, പിതാവിൻ്റെ പ്രവൃത്തി ഈശോയിൽ ആവിഷ്കരിച്ചത് പരിശുദ്ധാത്മാവ്. ഈശോയുടെ പ്രവൃത്തി നടക്കാനായിട്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, കാത്തിരുന്ന് സ്വീകരിച്ചാൽ മതി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അന്ധനായ വ്യക്തി എൻ്റെ കണ്ണിന് കാഴ്ച തരണം എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് എൻ്റെ ഈ കുറവിലേക്ക് ദൈവമേ വരണമേ, ഈശോയെ വരണമേ, അങ്ങ് ആത്മാവിലൂടെ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനാ സമയത്ത് ഈശോയുടെ ഒരു സാന്നിധ്യം നിറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കിട്ടി. അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് ക്ഷമിച്ചു. കാരണം എനിക്ക് ദൈവത്തോട് ശത്രുതയുണ്ടായിരുന്നു, വിരോധമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളിച്ചതും ചോദ്യം ചെയ്തതും പ്രകോപിപ്പിച്ചതും ദൈവത്തെ തന്നെയാണ്. കാരണം ദൈവം എന്നെ ഒരു അന്ധനായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത്. ദൈവത്തോട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നെ നടക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചു. എനിക്ക് എൻ്റെ അന്ധതയെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനായിട്ട് കഴിവ് കിട്ടി. പിന്നെ എനിക്ക് അന്ധതയെക്കുറിച്ച് ഒരു പരാതിയോ പിറുപിറുപ്പോ ഇല്ലാതെ ഞാൻ പിന്നെ ആനന്ദിച്ച് നടക്കാനും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പാട്ടൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? കാഴ്ച കിട്ടിക്കാണ്, ഓക്കെ, മനസ്സിലാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ പ്രകടമാകുന്നുണ്ട്, എൻ്റെ ഇല്ലായ്മ ദൈവം വന്നിട്ടുണ്ട്, അതുപോലെ എനിക്ക് യാത്രയ്ക്കൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധം ദൈവം യാത്ര ക്രമീകരിക്കുന്നുണ്ട്. എൻ്റെ 2 കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും എനിക്കിന്ന് 100 കണ്ണുകളുണ്ട്. അവരെല്ലാം ചിരിച്ച് പരിഹസിച്ച് കടന്നുപോയെങ്കിലും ആ കൂട്ടത്തിൽ 2 പത്രക്കാരുണ്ടായിരുന്നതുകൊണ്ട് അവരത് എടുത്ത് ചോദിച്ചു, നിനക്കെങ്ങനെ ഈ 100 കണ്ണുകൾ, അതെങ്ങനെ നീ അർത്ഥമാക്കിയത്, എന്താ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറയും, ഞാൻ അന്ധനാണേ, എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണേ പോകേണ്ടത്. ഉടനെ ആരെങ്കിലും കൈ പിടിച്ച് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട്, അവരുടെ ബസ് വന്നാൽ പോലും അവർ പോകില്ല. എനിക്കുള്ള ബസ് വരാനായിട്ട് അവർ കാത്തു നിൽക്കും. എനിക്കുള്ള ബസ് വന്ന് എന്നെ കയറ്റി വിട്ടിട്ടായിരിക്കും അവർക്കുള്ള ബസ്സിൽ അവർ പോവുക. ബസ്സിൽ കയറുമ്പോഴേ ഞാൻ പറയും, ഞാൻ അന്ധനാണേ എന്ന് പറയും. എനിക്ക് അന്ധൻ്റെ സീറ്റിൽ നിന്നല്ല ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞു തരും. സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴേ ഞാൻ പറയും, എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുമോ, ഞങ്ങൾക്കറിയാം, ഓർക്കുന്നുണ്ട്, സമയമാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. സമയമാകുമ്പോൾ അവർ പറയുന്നത് അടുത്ത സ്റ്റോപ്പാണ്, തയ്യാറായിക്കോ. അപ്പോഴേ ഞാൻ പറയും, ഞാൻ അന്ധനാണേ, എനിക്ക് ഇറങ്ങണം എന്നൊക്കെ. അപ്പോഴത്തേക്കും ആളുകൾ എന്നെ ക്രമപ്പെടുത്തി എന്നെ ചവിട്ടുപടിയിൽ ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ ഞാൻ പറയുമ്പോൾ ആരെങ്കിലും എന്നെ കൈപിടിച്ച് ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് എന്നെ നയിക്കും. എല്ലാ ദിവസവും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഇന്ന് വരെ ഞാൻ വീണു പോയിട്ടില്ല, ഒരു വീഴ്ച എനിക്ക് പറ്റിയിട്ടില്ല, വഴി തെറ്റിട്ടുമില്ല. എനിക്ക് 100 കണ്ണുകളല്ലേ. എന്നെ കണ്ടിട്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ദൈവം കാഴ്ചശക്തി തന്നതിനെക്കുറിച്ചും കാഴ്ചശക്തിയുടെ മാറ്റത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിശബ്ദനായ ഒരു സുവിശേഷ പ്രസംഗകനാണ്. കാരണം എന്നെ കാണുമ്പോൾ പലരും അവർക്ക് കിട്ടിയ കാഴ്ചയെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഇടയാകുമ്പോൾ എൻ്റെ ഇല്ലായ്മ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വേദിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു.
അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇല്ലായ്മകളിലേക്ക് നോക്കാം. അവിടെ എല്ലാം ദൈവം വന്ന് പ്രവർത്തിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇല്ലായ്മകൾ നമ്മുടെ ദുഃഖത്തിൻ്റെയോ നിരാശയുടെയോ തകർച്ചയുടെയോ ഭാരത്തിൻ്റെയോ വിഷമത്തിൻ്റെയോ മേഖലയാകരുത്. പിന്നെയോ അവിടെ ദൈവം വന്ന് തൻ്റെ പ്രവൃത്തി ആവിഷ്കരിക്കാൻ ദൈവം സംവരണം ചെയ്തിരിക്കുന്നതാണെന്ന് കണ്ട് ആ രീതിയിൽ ദൈവത്തെ സമീപിക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുകയുമാണ് വേണ്ടത്. പൗലോസ് ശ്ലീഹ ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിച്ചത് നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മളത് വായിക്കുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ. അവിടെ അദ്ദേഹം ഈ മുള്ളു മാറ്റിക്കിട്ടാനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ 3-ാം പ്രാവശ്യം കർത്താവ് പറഞ്ഞു, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി ഞാൻ പ്രകടമാക്കുക. അപ്പം നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി പ്രകടമാക്കും. അതുകൊണ്ട് നീ എൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ മതി. ഈ മുള്ളു മാറിക്കിട്ടാൻ നീ ആഗ്രഹിക്കണ്ട. നീ എൻ്റെ പ്രവൃത്തി അവിടെ നടക്കാൻ, കൃപയുടെ പ്രവൃത്തി അവിടെ നടക്കാൻ നീ സമർപ്പിച്ചാൽ മതി എന്നല്ലേ അദ്ദേഹത്തോട് പറഞ്ഞത്. അതിനത് മനസ്സിലായി. അതുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത്, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നാൽ ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലഹീന മേഖലകളെല്ലാം അദ്ദേഹം ഈശോയ്ക്ക് വരാനുള്ള ഒരു വേദിയാക്കി മാറ്റി. ഈശോയുടെ പ്രവൃത്തി നടക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കുന്ന മേഖല, ആക്ഷേപിക്കപ്പെടുന്ന മേഖല, അത് അദ്ദേഹത്തിന് അറിയാം. ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള രംഗങ്ങളാണത്. മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയും അതുവഴി സ്വയം പീഡിപ്പിക്കുന്ന മേഖല ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള മേഖലയാണ്. നമ്മുടെ ഞെരുക്കങ്ങൾ, നമുക്ക് ഇല്ലായ്മ കുറേ ഉണ്ടാവും. നമ്മൾ ഞെരുങ്ങുന്ന മേഖലകളുണ്ടാവും. പണത്തിന് ഞെരുക്കമുള്ളവരുണ്ട്, കിടന്നാൽ ഉറക്കം വരിയാത്ത ഉറക്കത്തിന് ഞെരുക്കമുള്ളവരുണ്ട്, രോഗം വന്ന ആരോഗ്യത്തിന് ഞെരുക്കമുള്ളവരുണ്ട്, വിദ്യാഭ്യാസത്തിന് ഞെരുക്കമുള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി ഞെരുക്കങ്ങൾ നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഈ ഞെരുക്കത്തിൻ്റെ മേഖല ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള വേദിയാണെന്ന് ദൈവം പറയുമ്പോൾ അവിടെ നമ്മൾ വിട്ടുകൊടുത്താൽ പോരെ? ദൈവം വന്ന് പ്രവർത്തിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അപകടപ്പെടുന്ന മേഖല, അവിടെ നമ്മുടെ ഇല്ലായ്മയല്ലേ, അവിടെ തീർച്ചയായിട്ടും ദൈവം വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടേക്ക് ദൈവം വന്ന് പ്രവർത്തിക്കാൻ ആ മേഖല സമർപ്പിക്കുകയും കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലായ്മകളെല്ലാം ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാനുള്ള ഇടമായിട്ട് കാണുക. അതിനെ ഓർത്ത് സങ്കടപ്പെടാതെയും ദുഃഖിക്കാതെയും നിരാശപ്പെടുകയും അസ്വസ്ഥപ്പെടാതെയും കലഹിക്കാതെയൊക്കെ ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആവിഷ്കരിക്കും. എനിക്കറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു വീടില്ല, വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം തറവാട്ടിൽ കഴിയുക. അവിടെയും പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ, മാറി താമസിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു തിരിച്ചറിവ് കിട്ടി, എൻ്റെ ഇല്ലായ്മയിൽ ദൈവം ശക്തി പ്രകടമാക്കും. എനിക്കൊരു വീടില്ല, വീട് അത്യാവശ്യമാണ്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെ ഇടപെടാതെ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ വികാരിച്ചൻ അവനെ വിളിച്ച് ചോദിച്ചു, ഈയിടെയായിട്ട് നിന്നെ ഒന്നും പള്ളിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അവനിങ്ങനെ ഉണ്ടായ ദൈവാനുഭവങ്ങളൊക്കെ അവൻ പറഞ്ഞു. അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് മറ്റൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആ അച്ഛൻ ഇവനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. ഇവൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ അച്ഛൻ്റെ ഒരു വിദേശത്തുള്ളൊരു സുഹൃത്ത് അച്ഛനെ കാണാനായിട്ട് വന്നു. അപ്പോൾ കാണാൻ വന്ന സമയത്ത് ഇവനോട് അച്ഛൻ പറഞ്ഞ ജോലി ചെയ്തിട്ട് ഇവൻ അച്ഛനെടുക്കൽ അതിൻ്റെ മറുപടി പറയാനായിട്ട് ചെന്ന സമയത്ത് അച്ഛൻ ഇവനെ അയാൾക്ക് പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇവൻ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളൊക്കെ അച്ഛൻ തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വിദേശത്ത് ചെയ്തിട്ടെ, കമ്മിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിക്കട്ടെ, അവരെന്ത് പറയുന്നു അതനുസരിച്ച് എന്നാ പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അച്ഛൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലേ. അദ്ദേഹത്തിന് അവിടെ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടി. വലിയ ഒരു സഹായം ഒഴുകിയെത്തി. വളരെ മനോഹരമായൊരു വീടുണ്ടാകാൻ അത് കാരണമായി തീർന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഇല്ലായ്മയിൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിച്ചു. അപ്പം ഇല്ലായ്മകളെല്ലാം ദൈവത്തിനൊന്ന് പ്രവർത്തിക്കാനുള്ള വേദിയാണെന്ന് അദ്ദേഹം ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയും. എനിക്കറിയുന്ന മറ്റൊരു സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല. അദ്ദേഹം തൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പഠിക്കാൻ പറ്റാത്തതിൻ്റെ നൊമ്പരം പേറുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ വന്നപ്പോൾ ദൈവമേ, എൻ്റെ കൂടെയുള്ളവരൊക്കെ നന്നായിട്ട് പഠിച്ചും മിടുക്കരായി ഓരോ സ്ഥലങ്ങളിലെത്തി. എനിക്ക് വിദ്യ അഭ്യസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ 5-6 ക്ലാസ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു ജോലിയും വരുമാനവും ഒന്നും ഇല്ല, ഞാൻ ഏറെ ബുദ്ധിമുട്ടിലാണല്ലോ എന്നൊക്കെ അദ്ദേഹം തൻ്റെ ഇല്ലായ്മയെ ദൈവത്തിനുമുമ്പിൽ അവതരിപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഈ വേദനയിൽ അദ്ദേഹം ദൈവത്തിലേക്ക് നോക്കി, ദൈവമേ എൻ്റെ ഇല്ലായ്മയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു വചനം 119-ാം സങ്കീർത്തനത്തിൻ്റെ 98, 99, 100 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്, നിന്റെ ഗുരുക്കന്മാരെക്കാൾ അറിവ് പകർന്നു തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്, നീ അറിയുന്ന എല്ലാ വൃത്തരെക്കാളും എത്ര അറിവുള്ള വൃത്തരാണോ അവരെക്കാളും അറിവ് തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം.
ദൈവത്തിൻ്റെ കൽപ്പനകളെ ധ്യാനിച്ച് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇന്ന് ആ സഹോദരൻ്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ദൈവിക ജ്ഞാനം, ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലെ പലർക്കും അനുഭവപ്പെടുന്നത് അവരെന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എനിക്കും അതാണ് അനുഭവം. കാരണം എവിടുന്ന് ഇവന് ഈ ജ്ഞാനമെല്ലാം എന്നൊക്കെ ചോദിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ വെളിപ്പെടുത്തൽ. എങ്ങനെ ഇത് കിട്ടി? അവൻ്റെ ഇല്ലായ്മയിലേക്ക് ദൈവം വന്നു, ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി, ദൈവം അത് ആവിഷ്കരിച്ചു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം തൻ്റെ കരുത്ത് പ്രകടമാക്കാനായിട്ട് ആഗ്രഹിക്കുക, ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുവാനായിട്ട് തീരുമാനസാവുകയാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇല്ലായ്മകളെല്ലാം ദൈവത്തിന് വരാനുള്ള ഇടമാക്കി കാണണം. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശയുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മോശയ്ക്ക് സംസാര പാഠവുമില്ല. ദൈവമായിട്ട് സംസാരിച്ചതിന് ശേഷവും അദ്ദേഹം പറയുന്നത് എൻ്റെ നാവിൻ്റെ തടസ്സം മാറിയിട്ടില്ല. ആ ഇല്ലായ്മയിൽ ദൈവം പറഞ്ഞു, നിനക്കൊരു സഹോദരനുണ്ടല്ലോ അഹ്റോൻ, അവനിതാ നിന്നെ കാണാൻ വരുന്നു, നീ അവനോട് അവനോട് സംസാരിക്കാനുള്ള വാക്കുകൾ പറയാനുള്ള ശേഷിക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അവൻ നിനക്ക് വേണ്ടി സംസാരിച്ചോളും, അവൻ നിന്റെ വക്താവായിരിക്കും. അതെ, ആ മോശയുടെ കുറവ് മാറ്റിക്കൊടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവം ഒരു അഹ്റോനെ കൂടിന് കൊടുത്തതായിട്ട് കാണുകയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു ഓർക്കുകയാണ്. ഇത്തിരി കഴിവ് കുറഞ്ഞ ഇല്ലായ്മകളുള്ള ഒരു വ്യക്തിയാണ് അവൻ. അപ്പോൾ അദ്ദേഹം, ദൈവമേ എൻ്റെ ഇല്ലായ്മയിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ എന്നുള്ള പ്രാർത്ഥന അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുക. ജീവിത പങ്കാളിക്ക് ഈ വ്യക്തിയെ ഉൾക്കൊള്ളാനുള്ളൊരു അനുഗ്രഹം കൊടുത്തത് കൂടാതെ നല്ല കഴിവുള്ള ഒരാളാക്കി അവളെ മാറ്റി ദൈവം. ഇന്ന് അവൾ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹവും പറയും, ഇപ്പോൾ അവളും പറയും, ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മയിൽ എനിക്കിത് സാധിക്കുന്നു, എൻ്റെ കുറവിൽ അദ്ദേഹത്തിന് ദൈവം നിറവ് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതം ഏറെ ധന്യമാകും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണപ്പെടുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇല്ലായ്മ ദൈവത്തിന് വരാനുള്ള വേദിയായി കാണുന്നത് ഏതില്ലായ്മയാണ്. ഇപ്പോൾ നമ്മൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ സാമുവേലിനെ അഭിഷേകം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വീട്ടുകാരുടെ ഒരു പരിഗണന കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. സാമുവേൽ പ്രവാചകൻ വന്ന് ജെസ്സയോട് പറയുന്നുണ്ട്, നിന്റെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യാനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജെസ്സെ മക്കളെല്ലാവരെയും വിളിച്ചു വരുത്തി ശുദ്ധീകരണത്തിൻ്റെ ബലി അർപ്പിച്ച് കാത്തു നിൽക്കട്ടെ, ഞാൻ വരാം, അഭിഷേകം ചെയ്യാം. പക്ഷേ ഒന്നാമനെ അഭിഷേകം ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. രണ്ടാമൻ്റെ കാര്യത്തിൽ 3-ൻ്റെയും 4-ൻ്റെയൊക്കെ കാര്യത്തിൽ തടസ്സമാണ്. അങ്ങനെ അവിടെ നിന്ന് 7 പേരിൽ ആരെയും അഭിഷേകം ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ പ്രവാചകന് തോന്നി എന്തേ? അപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയെ കിട്ടിയ ഉൾവെളിച്ചത്തിൽ ജെസ്സയോട് ചോദിച്ചു, മക്കളെല്ലാവരും ആയോ? ജെസ്സ മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, മക്കളെല്ലാവരും ആയോ? ജെസ്സിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. വീണ്ടും ചോദിച്ചും പറഞ്ഞു, ഇല്ല. ആരാ ഇല്ലാത്തത്? ഇളയവനെ ഇല്ലാത്തത്. അവൻ്റെ പേരെന്താ? ദാവീദ്. അപ്പോൾ ദാവീദിനെ ഒരു മകനായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ദൈവം പറയുന്നു, അവനെ വിളിപ്പിക്കുന്നു. അവൻ വരുമ്പോൾ പറഞ്ഞു, അവനെ എനിക്കായി അഭിഷേകം ചെയ്യുക. അപ്പോൾ ഒരു മകനായി പോലും കുടുംബത്തിൽ പരിഗണന കിട്ടാത്തവനെ ദൈവം പ്രത്യേകം പരിഗണിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന കാണുക. അതുകൊണ്ടല്ലേ അദ്ദേഹം തന്നെ എഴുതി വെച്ചത്, അപ്പനും അമ്മയും ഉപയോഗിച്ചാലും കർത്താവിനെ കൈക്കൊള്ളുമെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ പരിഗണന കിട്ടിയിട്ടില്ലായിരിക്കാം, അവരുടെ സ്നേഹവായ്പകൾ കിട്ടിയിട്ടില്ലായിരിക്കാം, ആ ഉടമ്പടി സമയത്ത് വേണ്ടത്ര രീതിയിൽ അവർ തന്നിട്ടുണ്ടാവിരിക്കില്ല. അതുപോലെ തന്നെ സ്നേഹത്തിലും പക്ഷപാതപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും ഒരു ദൈവത്തിനൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾക്ക് അവർ എന്താണ് ഇല്ലായ്മ, അവിടേക്ക് ദൈവത്തെ വിളിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അപരിമേയമായ പ്രവൃത്തികളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ അത്രമാത്രം ക്രൂരന്മാരായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നീട് പൊക്കിയെടുത്ത് വിൽക്കാൻ മാത്രമുള്ള കഠിനഹൃദയരായി മാറുന്നുണ്ട്. അങ്ങനെയുള്ള ജോസഫിൻ്റെ ഇല്ലായ്മകൾ ധാരാളമാണ്. പക്ഷെ ആ ഇല്ലായ്മയിൽ ദൈവം അത്യത്ഭുതകരമായ രീതിയിൽ ഇടപെട്ടതല്ലേ കാരാഗൃഹത്തിൽ വെച്ച് അദ്ദേഹത്തിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഈജിപ്തിൻ്റെ അധികാരിയായി ഉയർത്തപ്പെടുന്നത്. അപ്പോൾ സഹോദരങ്ങളുടെ പരിഗണന കിട്ടാത്ത, അവരുടെ ക്രൂരത മൂലം കൊല്ലാൻ അവർ തീരുമാനിച്ച, അവരുടെ കഠിനഹൃദയം മൂലം വിൽക്കപ്പെട്ട, അത്രമാത്രം തകർന്നുപോയ ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന് ആ ജനത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്ന, ആ കുടുംബത്തെ മുഴുവൻ വളർത്തി വലുതാക്കുന്ന ഒരു തലത്തിലേക്ക് ഇദ്ദേഹത്തെ ദൈവം ഉയർത്തിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ ഇല്ലായ്മയെ വന്നിട്ട് അത്യത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഈ വരവിന് വേണ്ടിയിട്ട്, അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മളേറെ പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ദൈവം പറഞ്ഞില്ലേ? അപ്പം ദാരിദ്ര്യത്തിൽ ദൈവത്തിന് വന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ അവർ ഭാഗ്യവാന്മാരാകുന്നത്. ദൈവത്തെ കിട്ടുന്നവരല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അപ്പോൾ ഭാഗ്യക്കുറിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാഗ്യക്കുറിയിൽ ഒരു 100 രൂപ കൊടുക്കുന്നു, 1 കോടി കിട്ടുന്നു. അപ്പോൾ ഭാഗ്യം നമ്മൾ പറയും. ചെറിയ തുക കൊടുത്ത് വലിയ തുക കിട്ടുന്നതിനെ ഭാഗ്യം എന്ന് പറയുക. നമ്മുടെ ദാരിദ്ര്യം അത് നമ്മളങ്ങനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ
ആ മേഖലയിലേക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം അവിടെ വരികയാണ് ആ ദാരിദ്ര്യത്തിലേക്ക്. അപ്പോൾ അവിടെ ദൈവത്തെ കിട്ടുമ്പോൾ ദരിദ്രർ ഭാഗ്യവാന്മാരായി മാറുകയാണ്. ദുഃഖിതരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞു. ദുഃഖം എങ്ങനെയാണ് ഭാഗ്യമായി മാറുന്നത്? നമ്മുടെ സുഖമില്ലായ്മ അല്ലെ സന്തോഷമില്ലായ്മയാണല്ലോ ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ നമുക്കുണ്ടായിരുന്ന പണമോ ആരോഗ്യമോ സൗന്ദര്യമോ ആൾസ്വാധീനമോ സമ്പത്തോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ച ജോലി കിട്ടാതെ വരുമ്പോൾ, ഉദ്ദേശ പങ്കാളിയെ കിട്ടാതെ വരുമ്പോൾ, മക്കളെ കിട്ടുമെന്ന് വിചാരിച്ച് മക്കളെ കിട്ടാതെ വരുമ്പോൾ, അങ്ങനെ ചിലതൊക്കെ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. ഇങ്ങനെയുള്ള സമയമൊക്കെ ദൈവത്തെ കിട്ടുന്ന ഭാഗ്യവാന്മാരായി തീരാനുള്ള സമയമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖത്തിൻ്റെ മേഖലയെല്ലാം ദൈവത്തിന് വന്ന് വസിക്കാനുള്ള ഇടമാണെന്നല്ലേ ദൈവം പറയുക. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ 77:10 പറയുന്നത്, അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന്. അതായത് ദൈവം വന്ന് തൻ്റെ പ്രവൃത്തി നടത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ഇല്ലായ്മ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഇല്ലായ്മകളെല്ലാം ദൈവത്തിന് വന്ന് തൻ്റെ ശക്തി പ്രകടമാക്കാനുള്ള വേദിയ. അതുകൊണ്ട് അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് അദ്ദേഹം പറയുവാനായിട്ട് കാരണമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ഇല്ലായ്മയുണ്ടെന്ന് നോക്കാം. അവിടേക്കെല്ലാം ദൈവത്തെ വിളിക്കാം. അവിടെയെല്ലാം വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണാം. അറിയുക, ദൈവം സൃഷ്ടികർത്താവാണ്. ഇല്ലാത്തടത്ത് വന്ന് അവിടത്തേക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ള, ഇനി പകുതി ഒഴിക്കാൻ പറ്റും. പക്ഷെ നിറഞ്ഞിരിക്കുന്നത് പിന്നെ ആരും ഒഴിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഉണ്ടെന്നുള്ളൊരു ഭാവമാണെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഫരിസേയൻ്റെ പ്രാർത്ഥന, ദശാംശം കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ ഞാൻ ഭേദപ്പെട്ട് ജീവിക്കുന്നുണ്ട്, ഉണ്ട്. പക്ഷേ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താ? ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മയിൽ ദൈവം അവനെ കൂടുതൽ നീതീകരിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഇല്ലായ്മകൾ അത് ദൈവത്തിന് മുമ്പിൽ ഉയർത്തി അവിടെ ദൈവം വന്ന് തൻ്റെ പ്രവൃത്തി ആവിഷ്കരിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാകാനും ദൈവത്തെ സ്വന്തമാക്കിയവരാകാനും കിട്ടുന്ന ഒരവസരമായി അതിനെ കാണുമ്പോൾ അത് ശാപമല്ല, അത് നാശമോ ദുരിതമോ അല്ല, പിന്നെയോ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വേദിയാണ് നമ്മൾ കാണും. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഇല്ലായ്മകളെയെല്ലാം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തുന്നു. ഈ ഇല്ലായ്മകളിലേക്കെല്ലാം വന്ന് അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കണമേ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ മഹത്വം അങ്ങ് പ്രകടമാക്കണമേ. അതിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ വേദനകളിലെല്ലാം അങ്ങേ വിളിക്കുകയാണ്. ഇല്ലായ്മകളിലെല്ലാം അങ്ങ് വന്നു പ്രവർത്തിച്ചതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ ഉൾക്കാഴ്ചകൾക്കും വചനത്തിനും ജ്ഞാനത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. To be no way.
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന